സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വ്ളോഗ് എന്ന് പറയുമ്പോൾ പെരുന്നാൾ വ്ളോഗാണ്. അപ്പോൾ സാധാരണ പോലെ എന്താ പറയുക, വളരെ നേരം വൈകി നീച്ച് കുളിച്ച് പരക്കം പാഞ്ഞ് ലാസ്റ്റിക്കാണ് നമ്മൾ പള്ളിക്കൊക്കെ പോയത്. ലാസ്റ്റിക്ക് മീൻസ് നിസ്കാരം തുടങ്ങുമ്പോഴാണ് അവിടെ എത്തിയത്. ശരിക്കും പെരുന്നാൾ നിസ്കാരം എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ അല്ലേ? കാരണം നിസ്കാരത്തോടാണല്ലോ തുടങ്ങുന്നത്. ജുമ പോലെ ആദ്യം ഖുതുബ പിന്നെ നിസ്കാരമല്ലല്ലോ. അപ്പോൾ എന്തായാലും അൽഹംദുലില്ലാ റമദാൻ മാസം അടിപൊളിയായിട്ട് തന്നെ പോയി. നോമ്പൊന്നും പോവാണ്ട് തന്നെ പോയി. അധികം റമദാനിലും പോവാറുണ്ട് നോമ്പ്, പക്ഷേ കഴിഞ്ഞ റമദാനിലും എനിക്ക് ഫുള്ള് കിട്ടീന്, ഈ റമദാനിലും ഫുള്ള് കിട്ടീന്. അപ്പം അൽഹംദുലില്ലാ. പിന്നെ എന്തോ ഭാഗ്യവശാൽ നമുക്ക് ഇന്ന് തന്നെ പെരുന്നാളായി. ശരിക്കും ഇന്നലെ രാത്രി കൺഫ്യൂസ്ഡായി നിൽക്കുന്ന ഒരു ദിവസേനി. അപ്പോൾ എന്തായാലും കൂടുതൽ അതിൻ്റെ കാര്യമൊന്നും പറഞ്ഞാൽ ലേഖക്കണില്ല. പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ പെരുന്നാൾ ദിവസം ഉണ്ടല്ലോ, ഇന്നത്തെ ദിവസം നമ്മളെ വീട്ടിലെ കുറച്ച് കാഴ്ചകളും ഇന്നത്തെ ദിവസത്തെ പരിപാടിയൊക്കെ വെച്ചിട്ടുള്ള ചെറിയൊരു വ്ളോഗ് അത്ര ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്ക്. അപ്പോൾ നമ്മൾ പള്ളികളിലും പോയി നിസ്കാരമെല്ലാം കഴിഞ്ഞ് മുട്ടായൊക്കെ കിട്ടീനി. അപ്പോൾ അതൊക്കെ വാങ്ങി എന്താ പറയുക, എല്ലാവരെയും കണ്ട് ഈദ് മുബാറക്കൊക്കെ പറഞ്ഞ് ഇങ്ങനെ വീട്ടിൽ വന്നതാണ്. അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്തുതരാം, നമ്മളെ തറവാട്ടത്തെ കാര്യങ്ങൾ കാണിച്ചു തരാം. നമ്മളെ പെരുന്നാളെന്ന് പറയുമ്പോൾ ഫുള്ള് തറവാട്ടിലാണ് ഉണ്ടാകാറ്. ഇപ്പോഴാണ് അപ്പൻ്റെ വരയിലാണ് ഉണ്ടാവല്. കാണിച്ചു തരാം, തൊട്ടപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇപ്പോൾ വ്ളോഗിങ് ജസ്റ്റ് പെരുന്നാൾ വ്ളോഗാണ് കേട്ടോ. അത് ഇവിടെ ഉള്ള ഒരു ഹാഫാണ്. ഇപ്പൊ ഫുള്ളായി. ഗൈസ്, അങ്ങനെ നമ്മൾ വന്നപ്പോഴേക്കും ഇവിടെ ചോറൊക്കെ വിളമ്പിയാണ്. ഇത് നമ്മളെ കുഞ്ഞാപ്പി. എടക്കാ എന്താണ് കൈക്കാളെ കുന്ത്രാണ്ടെ കണ്ടിട്ട് പേടിച്ചാണ്. പെരുന്നാളിന് നേരെ പള്ളിയെല്ലാം കഴിഞ്ഞ് വന്ന് എല്ലാവരും ഫുഡ് കഴിക്കാട്ടോ. അപ്പോൾ അവർ കഴിച്ച് ഞാൻ മേലെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതേ കണ്ടോ, എല്ലാവരും അവിടെ താഴെ അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വെല്ലിപ്പയും ആപ്പാപ്പാറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഷിബു ഒന്നും എത്തിയില്ല. അപ്പോൾ ഷിബുവിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഗൈസ്, അങ്ങനെ ഞാൻ ഫുഡെല്ലാം കഴിച്ച് നേരെ വീട്ടിൽ വന്ന്. അപ്പോൾ അവിടെ റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ചുമ്മാ റൂമിൽ വന്ന് കിടക്കുകയാണ്. കുറച്ച് സമയം റെസ്റ്റ് എടുക്കട്ടെ. ഫുഡൊക്കെ കഴിച്ചല്ലേ, മന്തിൻ്റെ ഇനി ബിരിയാണിൻ്റെ ഇനി ചിക്കൻ പൊരിച്ചതിൻ്റെ ഇനി ചിക്കൻ മന്തിയും ബീഫ് ബിരിയാണി അങ്ങനെ കേട്ടോ. പിന്നെ എന്തേനി, പിന്നെ ഇപ്പം എന്താ ഉള്ളത്, സേമിയ പായസം, 7up അങ്ങനെയൊക്കെ ആയിട്ട് പെരുന്നാൾ ദിവസം നമ്മൾ അടിച്ചു പൊളിക്കും. എന്തൊക്കെ ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിക്കും, അതുപോലെ അങ്ങനെയൊക്കെ സെറ്റപ്പ്. എനിക്ക് നല്ല ബൂതിയും കിട്ടും. സൈല വായിക്കാണ് മിക്കവാറും ഉമ്മാൻ്റെ അവിടെ പോകുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ കഴിക്കും. അപ്പോൾ അതും കൂടെ വ്ളോഗിലുണ്ടാവും. അപ്പോൾ ജസീൽ വിളിച്ചിനി. ഇനിയിപ്പോൾ സാറിൻ്റെ അടുത്തേക്ക് പോകണം. കാര്യമായിട്ട് കൂടുതൽ ആളുടെ അടുത്തേക്കൊന്നും ഞാൻ പോകണില്ല. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിക്കായിരിക്കും പെരുന്നാൾ എൻജോയ് ചെയ്യണത്. അപ്പോൾ എന്താ പറയുക, ആദ്യം പോണത് സാറിൻ്റെ ആദ്യം ഞാനും ജസീലും പോയി ഫോട്ടോ എടുക്കും. ചിലപ്പോൾ ജസീൽ വിളിക്കുന്നതിന് മുന്നേ പെട്ടെന്ന് സാറ് വീട്ടിൽ പോയി വരണമെന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് കഴിയുമെന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ എന്താണെന്ന് അറിയില്ല, സാഹചര്യം പോലെ ചെയ്യും. എന്തായാലും സാറിൻ്റെ അടുത്ത് പോകണം, ജസീലിൻ്റെ ഒപ്പം പിക്ക് അടിക്കാൻ പോകണം. പിന്നെന്തായാലും പരിപാടി, പിന്നെ ഉമ്മാരോട് പോകണം. ഉമ്മാരോട് പോകുമ്പോഴാണ് സൈൻലപ്പം കഴിക്കാൻ ചാൻസ് ഉള്ളത്. അങ്ങനെയൊക്കെ തന്നെയാണ് ഇന്നത്തെ ദിവസം സ്പെൻഡ് ആവണേ. അപ്പോൾ എന്തായാലും ഹാപ്പി ഗൈസ്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് വിചാരിക്കും. ഗൈസ്, അങ്ങനെ നമ്മൾ മുത്തൂന് കൊണ്ടുവരാൻ പോകാം അല്ലേ ഓട്ടപ്പാ? മുത്തൂന് കൊണ്ടുവരാൻ പോകണ്. ഇവിടെ എല്ലാവരും ഉണ്ട്, പിള്ളേരെല്ലാവരും ഉണ്ട്. മുത്തു പെരുന്നാളിൻ്റെ 2 ദിവസം മുന്നേ വിളിച്ചാണ്ട് പറഞ്ഞാണ് ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുത്താൽ മതി നോക്കാം. ഗൈസ്, ഇതാണ് മുത്തൂൻ്റെ പേര് കേട്ടോ. അപ്പോൾ മുത്തൂനെ കൂട്ടാന്നാണ് മുത്തൂൻ്റെ പേരേക്ക്. കുട്ടപ്പനൊക്കെ ഇവിടെ കുയിൽ നോക്കിയിട്ടുണ്ട്. നീ ഉണ്ടോ? അപ്പൊ മൊത്തം ഡ്രസ്സ് മാറ്റാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഓളി കൊണ്ട് പോകും വീട്ടിൽ. കുറേ നേരമായി വിളിച്ച് കേർപ്പിക്കുന്നു. നമ്മൾ മുത്തൂനെല്ലാം കൊണ്ടുവന്ന് വീട്ടിൽ നിന്ന് രണ്ടാമത്തെ പിന്നെ ഫുഡ് കഴിച്ചു. കാരണം പെരുന്നാളും നമ്മൾ രാവിലെ ഒന്നും കഴിക്കില്ല. നേരെ പള്ളിയിൽ പോയി വന്നിട്ട് ഒരു 10 മണിയല്ല 9 മണി ആ ഒരു സമയത്ത് തന്നെ ചോറ് കഴിക്കും. ബിരിയാണിയൊക്കെ രാവിലെ മന്തി കഴിച്ചില്ലേ,
പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഇങ്ങനെ ഞാൻ ഇപ്പോൾ വന്നപ്പോൾ മുത്തുവിനെ കൊണ്ട് വന്ന ശേഷം വീട്ടിൽ നിന്ന് എന്താ കഴിച്ചു, ബിരിയാണി ബാക്കിയുള്ളത് ഉണ്ടായിനി, വീട്ടിൽ കൊണ്ടുവന്നിനി. അപ്പോൾ അത് വീണ്ടും കഴിച്ചു. അപ്പോൾ ഇപ്പോൾ വീട്ടിലെല്ലാവരും പോവാണ്, ഉമ്മാൻ്റെ അടുക്കൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്. നാളെ സാറ്റർഡേ സൺഡേ ഒക്കെ ആകുമ്പോൾ ലീവാണല്ലോ, അപ്പോൾ എല്ലാവരും പോവാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാനെന്തായാലും അങ്ങോട്ടൊന്നും പോകാറില്ല. ഉമ്മാനോട് ജസ്റ്റ് പോയി തരണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇന്നിപ്പോൾ അതൊന്നും നടക്കൂല. അപ്പോൾ നമ്മൾ പെരുന്നാൾക്ക് ഷെയ്ക്കിൻ്റെ അടുത്ത് വന്നാണ് ഫോട്ടോ എടുക്കാൻ ഷെയ്ക്കാരനെ വിളിച്ചപ്പോൾ ഞാൻ ഇല്ല വെയിലാറാണ്ട് ആശാന് കിടന്നുറങ്ങാണ്. അപ്പോൾ എൻ്റെ റൂമിൻ്റെ വാതിലിൻ്റെ ഓർമ്മ അടിച്ചാണോ, അതാണ് ഇത്ര സ്പീഡ് പോകില്ല. ഇതാണ് നമ്മളെ ഷെയ്ക്കിൻ്റെ റൂം. ഇവിടെ ഒരുപാട് എന്താ പറയുക കലാപ്രതിഭകൾ കാണാൻ പറ്റും. ഇതോൻ്റെ കൈമടുന്നത്, ഇത് കൗത്തിലിടുന്നത്, ഇത് ഡോറ്, ഈ ലോക്ക്, അതൊക്കെ പിന്നെ ഓരോ ടാഗുകൾ, ഓരോ കീകൾ. ഇത് ഷെയ്ക്കിൻ്റെ ഡ്രസ് കളക്ഷൻസ്. ഇതാണ് ഷെയ്ക്കിൻ്റെ പെരുന്നാക്കൊടി, കാണിച്ചു തരാം. പെരുന്നാൾ ഡ്രസ്സാണിത്. ചങ്ങലൊക്കെ ഉണ്ട്. ഇനി ഭാവിയിൽ അവന് വീട്ടിൽ പട്ടിനെ വാങ്ങുന്ന പറയുന്നത്. എന്നിട്ട് ഇത് കൗത്തിലിട്ട് കൊടുക്കും അല്ലേ ഷെയ്ക്ക? ഈ കുപ്പായ ഒഴിവാക്കുമ്പോൾ ഈ ചങ്ങല എന്ത് ചെയ്യും, നേരെ ആ പട്ടിക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ 1 2 ഷെയ്ക്ക കല്യാണമൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ വരണ്ട് കേട്ടോ, കുറേ ഉണ്ടല്ലോ ഓനെ. ഇതേറ്റവും പണ്ടത്തത്, ഇത് എനിക്ക് ഓർമ്മയുണ്ട്. ഇത് കുറേ ഇതല്ലേ ഏറ്റവും ബൈക്കുള്ള ഇതിൽ 1 2 3 5 6 ഇത് കൂടി കൂട്ടി 7 ഷർട്ട് അല്ലേ? എടാ കള്ള. ഇത് റോഷന്. എന്നിട്ട് നാസിൽ പറഞ്ഞ പെണ്ണുങ്ങൾക്ക് മാത്രം എന്ത് സാധനം ചെയ്യണേ, ഫോണെടുത്താ അത്ര കഴിഞ്ഞ ഫോണക്ക് ലൈവായിട്ട് എടുക്ക്, തുറക്ക് ഇങ്ങോട്ട് ചാറ്റ് എടുക്ക്. ഇത് പെൺകുട്ടികളില്ലാന്ന് പറഞ്ഞ ആ വീഡിയോ കട്ട് ചെയ്യാതെ വെച്ച് കാണിക്ക്, തെളിയിക്ക്. ഐഡൊന്നും നോക്കാതെ ചാറ്റ് എടുക്ക്. വാട്സപ്പിലും ഉണ്ടാവുമല്ലോ, ചാറ്റ് എടുക്ക്. ഇല്ലടാ തെളിയിക്ക്. ഞാൻ ഇങ്ങോട്ട് പേടിക്കുന്നത് കണ്ടോ. ഇതിന്ന് കാണണോലും അറിയും ഇതിന്ന് എനിക്കുണ്ടോ ഇല്ലാന്ന്. ഇതില്ല നിന്നോട് പറയരുത്. എനിക്കറിയാം എനിക്കുണ്ടെന്ന്, പക്ഷെ ഞാൻ വീഡിയോയില് തെളിയിക്കാൻ വേണ്ടി എന്റെ ഫോൺ വാങ്ങി. അതേമാതിരി മുടക്കണ്ട സിംഗിളാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഒരുപാട് ഇപ്പൊ നല്ല ഐഡിയ ഉള്ള ഐഡിയ വെക്കും. ഇങ്ങോട്ട് ഞാൻ തരും നോക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പണ്ടത്തെ ഓരോരോ ട്രിപ്പ് പോയ സംഭവം കാര്യമൊക്കെ ഇതിൽ ഞാൻ ഉള്ള ട്രിപ്പ് കുറവേ കേട്ടോ. ഞാൻ ട്രിപ്പ് അങ്ങനെ വല്ല പോയിട്ടില്ല. നമ്മൾ ട്രിപ്പ് പോയിട്ടില്ലല്ലോ, ഒറ്റ പ്രാവശ്യം സ്പ്ലെൻഡർമ പോയില്ല. ഈ ഇതിൽ ഞാനുണ്ട്, ഇതൊക്കെ ഇവിടെ ഞാനുണ്ട്. പിന്നെ പെയില ഞാനുള്ളത് വേറെ ഇതിലും ഇല്ലടോ. നാരകത്തോട്ടിൽ ഞാൻ കാണിച്ചു കൊടുത്ത്. വേറെ ഈലും ഞാൻ ഇല്ലടോ. നമ്മളെ മറ്റേ റിസോർട്ടിലുണ്ടായിരുന്നല്ലോ, ആ റിസോർട്ടിലത്തെ ഫോട്ടോ ഇല്ലല്ലോ. നമ്മളൊരു പച്ച വീട് എടുത്തില്ലേ, അതിത്തെ ഫോട്ടോ ഇല്ലടോ. അതിത്തെ ഫോട്ടോ ഇല്ല, അതിത്തെ ഒറ്റൊരു പിക്കൂതിയില്ല. മറ്റേ കാറ് സംഭവം നൈസാണ്, കളർഫുള്ള്. ശരിക്കും ഇങ്ങനത്തെ ഓരോ ഭ്രാന്തുണ്ട്. അതേമാതിരി ഈ ചുമരം നോക്കിക്കേ, പെൺകുട്ടിയൊക്കെയാണ് ഇങ്ങനത്തെ അധികം ചുമരം മുട്ടിച്ചേക്കുക. റേഡിയോ ഹെഡ്. പിന്നെ ഓൻ്റെ ഓരോ എന്താ പറയുക കലാവിരുദ്ധങ്ങളാണ്, കലാവിരുദ്ധം അറിയാനില്ലല്ലോ. റൂമിൽ ഇതുപോലുള്ള ടയർ കൊണ്ടുള്ള സ്റ്റൂള്, ഇത് ഞാൻ കുറേ ആയിട്ട് ഉണ്ടാക്കണം വിചാരിക്കണ്ടോ. ഞാൻ അയാളോട് ടയറൊക്കെ ചോദിച്ചു വെച്ചിരുന്നു, അയാൾ വന്നോണ്ടിന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പിന്നെ മൂട് ഇട്ട് ഞാൻ എൻ്റെ ബാക്കിയുള്ള കലാവിരുദ്ധങ്ങൾ വേറെ കാണിച്ചത്. പുറത്ത് ഈ വാതിൽ ഭയങ്കര സോഫ്റ്റാണ്, പെട്ടെന്ന് അറിയും. ഇതാണ് അവൻ്റെ ടെറസിലെ കലാ സംഭവങ്ങൾ. നോക്കിക്കേ, ഒരു സമാധാനം നിറഞ്ഞ ഏരിയ. നോക്കിക്കേ ഓരോ ഓൻ്റെ ആർട്ടുകൾ. ദ എർത്ത് വിത്തൗട്ട് ആർട്ട് ഇറ്റ് ജസ്റ്റ് നോക്കിക്കേ, ഇതൊക്കെ ആരാണ് വരച്ച്. സംഭവം നൈസാണ് എന്തായാലും. അതുപോലെ ഇവിടെ ചെടികൾ. നാസിലൊന്ന് RX-ൻ്റെ സൗണ്ട് കേട്ടത്. കഴിഞ്ഞ് കൊടുക്കാൻ പോണ്, ഇങ്ങോട്ട് കയറിയാണ്. കാണിച്ചു തരാം, ചിക്കനെ കാണിച്ചു തരാം. അവിടെ ഉണ്ടോ? നാസിലേ ഓനെ കാണുന്നില്ല, ഒപ്പം കയറി വരും.
തെണ്ടി എപ്പണ്ട് ഓനെ ഒന്ന് കാത്തിക്കണ ഇവിടെ എടുത്താ അപ്പൊ ഷെയ്ഖിന്റെ കലാവിരുദ്ധകളൊക്കെ കാണിച്ചു തന്ന് ഞാൻ ഔത്തുകോട്ടെ റൂമ് പോവാണ്. ഹലോ ഞാൻ പോട്ടെ. അപ്പൊ എല്ലാവർക്കും ഇന്ന് പറക്ക് ഇത് പറക്ക്. ഓക്കെ അപ്പൊ ബൈ. ഞാൻ പോയി. പെര വരുന്നുണ്ടോ? പെര ആരുമില്ല. വാ അപ്പൊ തന്നെ വാടോ. വരുവോ? അടുപ്പ് വരും നിങ്ങള്. വരുവോ? വരുവോ നിങ്ങള്? വരികയാണെങ്കിൽ ഉണ്ടാക്കും. വരിട്ടോ. ഞാൻ പോട്ടെ എന്നാല്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ഒരു ദിവസത്തെ പെരുന്നാൾ ദിവസം. പണ്ടത്തെ പോലെ പെരുന്നാളിനൊന്നും ഒരു നേരം കിട്ടുന്നില്ല, എന്താണെന്നറിയില്ല. അങ്ങനെ ചുമ്മാ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയിട്ടും അതുപോലെ ഫുഡ് കഴിച്ചിട്ടും തിണ്ടി നടന്നിട്ടും കൂടുതൽ ബൈക്ക് ഓടിക്കുക അങ്ങനെയൊക്കെയുള്ള സംഭവം ഇന്നലെ കൂടുതലും റണ്ണിങ് കഴിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയി കളിക്കുന്ന സംഭവം. അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു പെരുന്നാൾ ദിവസം സ്പെൻഡ് ആയത്. അവിടെ നിന്ന് ഞാൻ നേരെ വന്ന് ഇവിടെ വന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് വീണ്ടും കിടന്നുറങ്ങി. പക്ഷേ ഫുൾ വീഡിയോ എനിക്ക് ഇന്നലെ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ അത് ഞാൻ രാവിലെ അപ്ലോഡ് ചെയ്യാണ്. നിങ്ങളുടെ പെരുന്നാൾ ദിവസമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ ആട് 3 ഒക്കെ ഇറങ്ങിയെന്ന്, അതുപോലെ ദുരന്തറി. അപ്പോൾ ഏതിലൊക്കെ ഒരു പടത്തിന് പോകണമെന്നുണ്ട് ഇപ്പം ഈ ഒരു വീഡിയോ സെറ്റാക്കി കഴിഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പെരുന്നാൾ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ ഇതും മറക്കറിഞ്ഞ് ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ഗൈസ്.